കാലിക്കറ്റ് ക്യാമ്പസിലെ പ്രതിഷേധ ബാനറുകൾ സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശം. SFI പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി സ്ഥാപിച്ച ബാനറുകളാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. यहाँ पे इन्होंने ये काले संघी चांसलर वगैरह वगैरह अभी वाइस चांसलर को फॉर्डर लिखिए है जी अभी वाइस चांसलर को अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस how these banners are there and have you taken any action और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഗവർണർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കളിച്ച ഒരു നാടകമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം നിലവിൽ പ്രതിഷേധിക്കാൻ, ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI സ്ഥാപിച്ച ആ പ്രതിഷേധ പോസ്റ്ററുകൾ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ സർവകലാശാല അധികൃതർക്ക് ഗവർണർ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. തികച്ചും നേരത്തെ അല്പം മുമ്പ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിനുള്ളിൽ പറഞ്ഞതുപോലെ ഏത് വിധേനയും പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഗവർണറുടെ നീക്കങ്ങൾ, യാതൊരു വിധത്തിലുള്ള ജനാധിപത്യപരമായ ഒരു പ്രതിഷേധങ്ങളെ അംഗീകരിക്കാതിരിക്കുക, പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ മോശം ഭാഷയിൽ പരാമർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ തുടർച്ചയായി തന്നെ വേണം ഇത്തരത്തിൽ സർവകലാശാല അധികൃതർക്ക് ഈ നൽകിയ നിർദ്ദേശത്തെയും വ്യാഖ്യാനിച്ചെടുക്കേണ്ടത്. എന്താണ് ഗവർണർ ഇന്ന് അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ? എന്തായിരുന്നു ആ ഫോണിലൂടെ സർവകലാശാല അധികൃതർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ? എന്തായിരുന്നു പ്രതിഷേധ സൂചകമായി SFI പ്രവർത്തകർ പോസ്റ്ററുകൾ സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങൾ? ഷിജു, വളരെ നാടകീയമായാണ് ഗവർണർ ഇന്ന് ഈ ബാനറുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം കാണിച്ചത്. ഇന്ന് കാര്യമായി അദ്ദേഹത്തിന് പരിപാടികൾ ഉണ്ടായിരുന്നില്ല. പാണക്കാട് സാദിഖലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങ് മാത്രമായിരുന്നു. ഇതിന് 11 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുകയും 1 മണിക്ക് തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ ഈ സ്വകാര്യ പരിപാടി ആയതിനാൽ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇന്ന് പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. തിരിച്ചെത്തിയ ഗവർണർ പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ പോസ്റ്ററുകൾ കാണുന്നു. ഇത് നീക്കണമെന്ന് പോലീസിനോട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു. മറ്റു പോസ്റ്ററുകളെല്ലാം നടന്നു പോയി തന്നെ ഇത് കാണുകയും ആരാണ് ഇത് സ്ഥാപിച്ചത് എന്നത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വൈസ് ചാൻസലറുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ ലഭ്യമായി ഉടൻ രാജ്ഭവൻ സെക്രട്ടറിക്ക് വിളിക്കുന്ന രംഗമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ആരാണ് ഇത് സ്ഥാപിച്ചത്, അവർക്കെതിരെ ഗവർണർ വിളിച്ചത് രാജ്ഭവൻ സെക്രട്ടറിയാണോ അതോ സർവകലാശാല അധികൃതരെയാണോ? രാജ്ഭവൻ സെക്രട്ടറിയെയാണ് ഫോണിൽ സംസാരിക്കുന്നത്. ആരാണിത് സ്ഥാപിച്ചത്, അവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് എന്ന റിപ്പോർട്ട് ഗവർണർക്ക് നൽകണം എന്ന് VC അറിയിക്കാനാണ് ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. വളരെ പ്രകോപിതനായി അതുപോലെ അദ്ദേഹം തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് കയറി പോവുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഈ ബാനറുകൾ അവിടെ നിന്ന് നീക്കിയിട്ടില്ല. ഇത് ഈ പരിപാടി പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ചാൻസലർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല, ഗോ ബാക്ക് എന്നെഴുതിയ ഈ ബാനറുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് VCയുടെ നിർദ്ദേശമില്ലാതെ ഈ ക്യാമ്പസിനകത്തു നിന്ന് ഇത് നീക്കാനും പോലീസിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചാൻസലർ തന്നെ ഇതിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് നീക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇത് അഴിച്ചു മാറ്റിയിട്ടില്ല. സ്വാഭാവികമായും അത്തരത്തിൽ അഴിച്ചു മാറ്റുകയാണെങ്കിൽ SFIയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവും. SFI പ്രവർത്തകർ ഇന്ന് ഈ താരതമ്യേന ക്യാമ്പസ് പരിസരത്ത് ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ടുകൂടി കുറവാണ്. പക്ഷേ ഗവർണർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് ക്യാമ്പസ് കടക്കുകയാണ്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പതിപ്പിച്ച ബാനറുകളും പോസ്റ്ററുകളും നീക്കണമെന്ന് ഗവർണർ രാജ്ഭവൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. വല്ലാതെ ക്ഷോഭിച്ചുകൊണ്ടാണ് ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തത്. നിലവിൽ ഗവർണർക്കെതിരായി ഇന്ന് യാതൊരുവിധ പ്രതിഷേധ പരിപാടിയും ഉണ്ടാകില്ല എന്ന് SFI നേതാക്കൾ തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പരിപാടിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധമായി പോകുന്നില്ല എന്നാണ് SFI നേതാക്കൾ നേരത്തെ അറിയിക്കുകയും ചെയ്തത്.